വെൽക്കം. ഇന്ന് നമ്മൾ സ്ക്വയർ തീമിനുള്ള വേറൊരു മണ്ഡലയാണ് ചെയ്യാൻ പോകുന്നത്. ഐ നോ ഇപ്പോൾ നമ്മൾ ഒരുപാട് മണ്ഡലേഴ്സായി ഡിഫറെൻറ്റ് തീംസിൽ ചെയ്യുന്നു. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി സ്ക്വയർ തീം കേട്ടോ. സോ ഐം ടേക്കിംഗ് മൈ ലോങ് സ്കെയിൽ എടുത്തിട്ട് സപ്പോസ് ഇതെൻ്റെ സെൻറ്ററാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സെൻറ്ററിന് ഞാൻ ഒരു 10 സെൻറ്റിമീറ്റർ മുകളിലേക്കും 10 നമുക്ക് ഈ എല്ലാ സൈഡിലേക്കും 10 കിട്ടണം. അപ്പോൾ 10 കിട്ടില്ല. ഓക്കെ, ഐ എം ഗോണ ടേക്ക് ഒരു 8 സെൻറ്റിമീറ്റേഴ്സ് കേട്ടോ. 8 സെൻറ്റിമീറ്റേഴ്സ് മുകളിലേക്കും 8 താഴേക്കും. ആൻഡ് സെയിം തന്നെ മുകളിലേക്കും ഇങ്ങനെ 4 ഇത് ചെയ്യും. ഓക്കെ, 4 ഡയറക്ഷനിലേക്കും വി ഹാവ് എ പോയിൻറ്റ്സ്. ആൻഡ് നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ കോർണേഴ്സ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഡയമണ്ട് പോലെ, ദിസ് ഇസ് ആക്ച്വലി എ സ്ക്വയർ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഓരോ ലൈനിൻ്റെയും സെൻറ്റർ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇത് ടോട്ടൽ 11 ഉണ്ട്. 11 എന്ന് പറയുമ്പോൾ 5.5 ആണ്. അപ്പോൾ 5.6 ഞാൻ എടുത്തു. ദിസ് ഇസ് എ സെൻറ്റർ കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ. ഇനി ഈ ഒരു ഇതിൻ്റെ സെൻറ്റർ എല്ലാം 5.6 എന്നുള്ള പോയിന്റിൽ വരുന്നുണ്ട്. ആൻഡ് ദിസ് വൺ ആൻഡ് ഇനി ഇവിടെ അപ്പോൾ 4 പോയിന്റ് കിട്ടി. ഈ 4 പോയിന്റ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കണം കേട്ടോ. ഇത് രണ്ടും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള പോയിന്റ്, അതായത് ഈക്വൽ എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു 3 ഇവിടെ 3 മാർക്ക് ചെയ്തു, ഇവിടെയും 3 മാർക്ക് ചെയ്തു, ഇവിടെയും 3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, ഇതിലും 3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. 3 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഇതെല്ലാം ജോയിൻ ചെയ്യാം. ഇവിടെ നിന്ന് ഇതിലേക്ക് ആൻഡ് ഇത് രണ്ടും ആൻഡ് ഇത് രണ്ടും. അപ്പോൾ നമുക്ക് 2 സെറ്റ് ഓഫ് സ്ക്വയേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒന്ന് മാറ്റി 2 സെറ്റ് ഓഫ് സ്ക്വയേഴ്സ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇറേസിങ് ജോബ്സ് ഉണ്ട്. ഇറേസിങ് ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മായ്ക്കാനുണ്ട്. അപ്പോൾ അതായിരിക്കും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടാവുക. അതായത് ഈ ഒരു സ്ക്വയർ കേട്ടോ, ഉള്ളിലത്തെ ഈ ഒരു സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാം മായ്ച്ച് കളയാണ്, ഇൻക്ലൂഡിങ് ദിസ്. നമുക്ക് സെൻറ്റർ നമുക്കറിയാം. ഞാൻ ആക്ച്വലി വരയ്ക്കാൻ ഞാൻ ഇത് മായ്ച്ച് കളയേണ്ട കാര്യമില്ല കേട്ടോ. അത് മായ്ക്കണമായിരുന്നു. കറക്റ്റ് തന്നെയാണ്. നമുക്ക് എക്സ്ട്രാ ഡാർക്ക് നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് ഞാൻ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കാണണമല്ലോ, വിസിബിലിറ്റി കറക്റ്റ് ആവണമല്ലോ. അതിനു വേണ്ടി ഞാൻ എക്സ്ട്രാ ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും വീഡിയോസ് എടുക്കാറ്.
ഇപ്പോൾ എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ, കാരണം ലോട്ട് ഓഫ് വ്യൂവർ കാണുന്നില്ല എന്നുള്ള ഇഷ്യൂ ഫസ്റ്റ് കുറച്ച് ലെസൺസിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഡാർക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റബ്ബ് ചെയ്യുമ്പോൾ കുറച്ച് പ്രഷറും ഹാർഡ്നെസ്സും കൊടുക്കണം, എന്നാലേ അത് മായുള്ളൂ. സോ നമ്മൾ ഈ സെൻറ്ററിൽ ഈ മെയിൻ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ളത് എല്ലാം മായ്ച്ചു കളഞ്ഞു. നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഔട്ടറിലുള്ള വേറെ സ്ക്വയേഴ്സ് ഇല്ലേ, ട്രയാങ്കിൾസ്, ഇതിന് ഒരു ചെറിയ ബോർഡറും കൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ 0.3, അതായത് 3 ചെറിയ കുത്ത് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. 0.3 മുകളിൽ നിന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ആ 3 മാർക്ക് ചെയ്തതിന് ശേഷം ആ 3ന്ന് ഇങ്ങനെ ലൈന് താഴോട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇങ്ങനെ വരും. ഇപ്പം നമുക്ക് താഴെയുള്ളതിൽ ഡബിളായി. ഇനി നമുക്ക് ഇവിടെയൊക്കെ സെൻറ്റർ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ സെൻറ്റർ പോയിൻറ്റ്സ് 4 ഈ 4 സെൻറ്റർ പോയിൻറ്റ്സിന് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒന്ന്, പിന്നെ ആ പോയിൻറ്റിൽ നിന്ന് ഈ പോയിൻറ്റിലേക്ക്, ആൻഡ് ദെൻ അവിടെ നിന്ന് ഇവിടെ. കണ്ടോ? അപ്പോൾ ഒരു സ്ക്വയറായി. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ വി ഹാവ് അനദർ സ്ക്വയർ. കണ്ടില്ലേ? നേരത്തെ ചെയ്ത അതേ ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു 0.5 കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഒരു 0.5 ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. 0.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 0.5ഉം ആ 0.5നെയും അടുപ്പിച്ച് വെച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് വീണ്ടും ലൈൻ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഉള്ളിൽ വരുന്ന സെക്കൻഡ് സർക്കിളില്ലേ, സെക്കൻഡ് സ്ക്വയറില്ലേ, അതിൻ്റെ മിഡ് പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഓൾമോസ്റ്റ് 8.6 ആണ് വരുന്നത്. അപ്പോൾ 4.3 വീണ്ടും 4.3, another 4.3, another 4.3. ഇനി ഇതിന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഈ 4 4 പോയിൻറ്റ്സ്. So we have another set of square. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. 0.5 മാർക്ക് ചെയ്യേണ്ട ഉള്ളിൽ. എന്നിട്ട് ഞാൻ അവിടെ ഇവിടെയായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ലെയറിൻ്റെ ടേണാണ്. ഈ ലെയറിന് നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് 6. നമുക്ക് 3 എന്നുള്ള പോയിന്റ് മതിയാവും.
ഇനി ഐ എം ഗോണ ജോയിൻ ദാറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, ഇനി ഉള്ളിലേക്ക് അഗൈൻ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടെ വേണം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ശരിക്കും 1 2 3 4 5 ഇനി ഒരു സ്ക്വയറും കൂടെ കേട്ടോ. ഒരു സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് മിഡ് പോയിൻ്റ് ഉണ്ട്, നമ്മൾ നേരത്തെ വരച്ച മിഡ് പോയിൻറ്റ്സ് ഉണ്ട്, സൈഡിൽ കൂടെ കാണാം നമുക്ക്. ഒരു സ്ക്വയറും കൂടെ വരച്ചു. ഇനി ഒരു ലാസ്റ്റ് സ്ട്രോക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഉള്ളിൽ കൂടെ കൊടുക്കണം. ദിസ് ഇസ് ദ ലാസ്റ്റ് കേട്ടോ, ഇനി കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും മതിയായിട്ടുണ്ടാവും, ഇത് കുറേ നേരമായില്ലേ വരച്ച് വരച്ച് പോകുന്നു. These are all geometrical patterns. Okay. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ഇപ്പുറത്ത് നിന്ന് ഒരു 0.5, ഇവിടെ നിന്ന് ഒരു 0.5, ഇനി ഇവിടെ നിന്ന് വീണ്ടും ഒരു 0.5, ഇനി അത് ഈ കോർണറിൽ നിന്നും കൂടെ 0.5 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇതാണ് കറക്റ്റ്. ഇനി ഇതാണ് കറക്റ്റ്. ഇനി നമുക്കിത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് എ ഫൈനൽ. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ വി ഹാവ് 1 2 3 4 5 6 സെറ്റ് ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഔട്ടറിലുള്ളതൊക്കെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം, ഈ അഡീഷണൽ ലൈന് വരുന്നതൊക്കെ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ആർട്ട് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടാവുക. വി ഗോണ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഇതിന് ഞാൻ മാർക്കർ എടുക്കുകയാണ്, ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് ഇതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് 1 ഒരു പെറ്റൽ, 2 അടുത്ത പെറ്റൽ, 3 ആൻഡ് 4 ഇങ്ങനെ 4 ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. റൗണ്ടഡ് ആയിട്ടുള്ള പെറ്റൽ, ഷാർപ്പ് പെറ്റൽസും റൗണ്ടഡ് പെറ്റൽസും കൂടെ ഉള്ളൊരു മിക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് ഞാനിങ്ങനെ 2 സ്ക്വയർ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് ചെയ്യാം. ഇനി ഞാൻ ഗ്രീനാണ് എടുക്കുന്നത്. ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് ഈ പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അറ്റത്ത് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ലെയറാണ്. അടുത്ത ലെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലെയർ. അപ്പോൾ അതിനും ഞാൻ സെൻറ്ററിൽ ഇങ്ങനത്തെ ഒരു പെറ്റൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ താഴത്തോട്ട് കേട്ടോ അടുത്ത പെറ്റൽ.
നമുക്കതും ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു ഡോട്ടേ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ രണ്ട് സൈഡിലും ചെറിയ ചെറിയ ഡോട്ട്സ്, നടുവിലൊരു ലൈന്. ഇനി ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ദ പാർട്ടിലും കൂടെ നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഈ ഒരു ചെറിയ പോർഷൻസ് രണ്ട് സെറ്റ് ഓഫ് ലെയേഴ്സായി. ഇനി അടുത്ത ഈ ഒരു ലെയർ നമ്മൾ ആസ് സച്ച് വിടുകയാണ്. ജസ്റ്റ് അവിടെ നമുക്ക് ആ ഔട്ട്ലൈൻ മാത്രം ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇത് വരച്ചു. ഇനി അടുത്ത ലെയറിൻ്റെ ഉള്ളിലാണ് ഞാൻ ഔട്ട്ലൈൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതില്ലേ. ഇനി ഒരു സ്പൈറൽ ഇവിടെ, ഒരു സ്പൈറൽ ഇപ്പുറത്ത്. ഇനി ഇതിൻ്റെ നടുവിൽ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കൊടുത്തു. ഇനി 1 2 അത് രണ്ട് സൈഡിലോട്ടും കൊടുക്കാം കേട്ടോ. 2 കൊടുത്തു. ഇനി അടുത്തത് ഈ ഒരു ഡിസൈൻ നമ്മൾ നേരത്തെ താഴെ കൊടുത്ത ഡിസൈൻ ഇങ്ങനെ. ഇതിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് ചെറിയ ലൈൻസ് ഇട്ടിട്ട് കൊടുക്കണം. ഇവിടെ ഓരോ ഡോട്ട്. ഇനി ഞാൻ ഇതന്നെ ത്രൂ ഔട്ട് എല്ലാത്തിലും വരയ്ക്കാൻ പോവാണ്. രണ്ട് സ്പൈറൽസ്. ഈ രണ്ട് സ്പൈറൽസിൻ്റെ സെൻറ്ററിൽ ഇങ്ങനൊരു പാറ്റേൺ, അവിടെ ഒരു വര. ഇനി 1 2 ഇവിടെ രണ്ട് കാര്യം കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് ഇപ്പുറത്തെ സെഗ്മെൻ്റാണ്. ഇവിടെയും സെയിം റിപ്പീറ്റ്. ഞാൻ വളരെ സ്ലോയിലാണ് ഇത് വരയ്ക്കുന്നത്, സോ ദാറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാൻ വേണ്ടിയിട്ട്. കാരണം ഇത് കുറച്ചധികം വർക്ക്സ് ഉള്ള പാറ്റേൺ അല്ലേ, ഇപ്പോൾ കൺഫ്യൂഷൻ വരണ്ടെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഈ ഒരു ഫുൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ആണ്. അപ്പോൾ ഈ ഫില്ലിങ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫുൾ ഗ്രീനാണ്.
നമ്മൾ ഇത്രയും ആ ഉള്ളിൽ ഫുൾ കൊടുത്തു. ആൻഡ് ഇനി അതിൻ്റെ ഔട്ടർ ലെയർ വരയ്ക്കാം. ഇത്രയും വരച്ചു. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാം. അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഫസ്റ്റ് 1 2 അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ സെൻറ്ററിൽ ഇനി നമുക്ക് അവിടെ കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ ഒരു 4 ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയില്ല. 1 2 3 4 ലെയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ 5th ലെയറാണ്. 5th ലെയർ കുറച്ചുകൂടെ വലുതാണ്. നമുക്ക് വലുതാകുമ്പോൾ തന്നെ കൂടുതൽ വരയ്ക്കാനും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം 2 ലെയർ സർക്കിൾ വരച്ചു. ഇനി സർക്കിളിന് ചുറ്റും ചെറിയ ചെറിയ ടൈനി ഹാഫ് സർക്കിൾസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ ഒരു കറക്റ്റ് സർക്കിൾ, ഒരു ലോട്ടസ് പോലെ കേട്ടോ. 1 2 1 2. ഇനി നമുക്കൊരു 3 കൂടെ കൊടുക്കാം. പിന്നെ 3ാമത്തെ ഒരെണ്ണം കൂടെ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെ ഒരു എസ്, ഇവിടെ ഒരു ഒ, ഇത്രയും മതി. നമുക്കിനി ഇത് ത്രൂ ഔട്ട് എല്ലാ സൈഡിലും വരയ്ക്കാം കേട്ടോ. രണ്ട് ആർച്ച്. ഇനി ഇതിൻ്റെ മുകളിൽ കുട്ടി കുട്ടി സർക്കിൾസ്, ഹാഫ് സർക്കിൾസ്. ഇനി ഇതിൻ്റെ ഒത്ത നടുക്ക് ഒരു വട്ടം. ഇനി നമ്മൾ ലോട്ടസ് 1 2 3. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു എസ്, ഇവിടെ ഒരു വട്ടം.
ഇത്രയാവുമ്പോൾ നമുക്ക് 5ാമത്തെ ലെയർ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് അതിൽ ഫില്ലിങ് ചെയ്യാം. ഞാൻ ചില സമയം വരച്ച് പോകുമ്പോൾ ആ ഒരു ഫ്ലോയിൽ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോകും കേട്ടോ. അപ്പം നിങ്ങൾ അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ടെൻഷൻ ആവണ്ട. ഒരു തവണ ഞാൻ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെയായിരിക്കും നമുക്കതിൽ ചെയ്യാനും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെറിയ ഗ്യാപ്പുകളിലൊക്കെയാണ് കേട്ടോ ഞാൻ ഫില്ല് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് ഫൈനൽ ഇതിൻ്റെ പിക്ചർ വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി കൊടുക്കാം. അപ്പം നമുക്കിനി ഫൈനൽ ഇതും കൂടെ ഉള്ളൂ. കൂടെ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ കോർണേഴ്സ്. നമുക്ക് 5th ലെയറും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫൈനൽ 6th ലെയറാണ് ഈ ഒരു കുഞ്ഞ് ലെയർ കേട്ടോ. ഇങ്ങനെ ഒരു ഇട്ടു. ഇവിടെ ഒരു സ്പൈറൽ, ഇവിടെ ഒരു സ്പൈറൽ. 1 2 3. ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. 1 2. ഇവിടെ ഒരു സ്പൈറൽ, ഇവിടെ ഒരു സ്പൈറൽ. ഇനി നടുവിലൊരു ആരോ, പെറ്റൽ കേട്ടോ. ആരോ അല്ല, പെറ്റലാണ്, സോറി. ചില സമയം ഇങ്ങനെ വരയ്ക്കുന്ന കോൺസെൻട്രേഷനിൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഇത് ശരിയാവും എന്നുള്ള ഡൗട്ടുണ്ട്. പിന്നെ വരച്ച് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്, എനിക്കതിൽ അഡിക്ഷനായി. ഇപ്പം എൻ്റെ പകുതി ശ്രദ്ധയും അതിലേക്കാണ് പോണത്, ആ ഭംഗിയിലേക്കാണ് പോണത്. അതുകൊണ്ടാണ് ഒരു ഇതിട്ടു, 2 സ്പൈറലിട്ടു. ഇനി 1 2 3.
നമുക്ക് 3 എണ്ണമായി. ഇനി എനിക്കിവിടെ ഭയങ്കര പ്ലെയിൻ ആയി തോന്നുന്നു. ഞാനിവിടെ ഇങ്ങനെ ഒരു 3 ലൈൻ, 1 2 3 സെൻറ്ററിൽ മാത്രം കേട്ടോ. ഇപ്പം എനിക്കൊരു സമാധാനമുണ്ട്. ഇനി നമുക്കിത് എവിടെയും കൂടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗത്ത് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് കുഞ്ഞു ഭാഗം ഈ സ്പൈറലിൻ്റെയും ഈ ട്രയാങ്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗം 2 സൈഡിലും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ആ പെറ്റലിൻ്റെ ഇടയിൽ വരുന്നില്ലേ, ആ ഗ്യാപ്പും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു ഫുൾ പാറ്റേൺ തീർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ മണ്ഡല വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഒന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഈ കോർണേഴ്സൊക്കെ ഇല്ലേ, ആ കോർണേഴ്സിലൊക്കെ നന്നായി ഒന്ന് നല്ലൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിക്കാനായിട്ട് ഒരു ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇങ്ങനെ ഇടുക. ബ്യൂട്ടിഫുള്ളായി തോന്നുന്നില്ലേ? സോ ദിസ് ഇസ് ആ ഫൈനൽ മണ്ഡല. നമ്മൾ ആ ഡെക്കറേഷനൊക്കെ കൊടുക്കുമ്പോൾ നല്ല പ്രിറ്റിയായി വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് എ ഫൈനൽ വൺ. ഹോപ്പ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൽ കുറേ ഇൻട്രിക്കേറ്റ് വർക്ക്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് വെരി പ്രിറ്റി ടു സീ. കുറച്ച് കൺഫ്യൂസിങ് ആണ് ആ സ്ക്വയർ പാർട്ട് മാത്രം. അത് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്.